എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. മൊബൈൽ ഫോണുകൾ. നിങ്ങൾ മെസ്സേജ് അയക്കുകയോ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുകയോ സമയം നോക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കൈയെത്തും ദൂരത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പോക്കറ്റിലെ ഈ കുഞ്ഞു സൂപ്പർ കമ്പ്യൂട്ടറുകൾ വെറും കോൾ ചെയ്യാൻ മാത്രമുള്ള വലിയ ഉപകരണങ്ങളായി തുടങ്ങിയെന്ന് ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ ഈ മാറ്റം അതിശയകരമാണ്. അതിനാൽ ഇഷ്ടിക ഫോണുകളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളിലേക്കുള്ള ഈ യാത്രയെക്കുറിച്ച് നമുക്ക് വേഗത്തിൽ നോക്കാം. ഈ വഴിയിൽ സാങ്കേതികവിദ്യ, രൂപകൽപ്പന, നമ്മുടെ ശീലങ്ങൾ എന്നിവ എങ്ങനെ മാറിയെന്ന് നമുക്ക് കാണാം. ആദ്യം 1980-കളിലെ ഇഷ്ടിക ഫോണുകൾ. മോട്ടറോള ഡൈനാടെക് 8000X ഓർക്കുക. ഇതാണ് എല്ലാത്തിനും തുടക്കമിട്ട ഫോൺ. അന്ന് അതൊരു യഥാർത്ഥ സ്റ്റാറ്റസ് സിമ്പലായിരുന്നു. ഈ ഭീമാകാരന്മാർക്ക് ഏതാണ്ട് 1 കിലോ ഭാരമുണ്ടായിരുന്നു. വലിയ ആന്റിന ഉണ്ടായിരുന്നു. പോക്കറ്റിലിടുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് കൊണ്ടു നടക്കാൻ നിങ്ങൾക്കൊരു ബ്രീഫ് കേസ് വേണ്ടിയിരുന്നു. അവ കൂടുതലും ബിസിനസ് പ്രമുഖർക്കായിരുന്നു. കോൾ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ടെക്സ്റ്റിങ്ങോ ഗെയിമുകളോ ക്യാമറയോ ഇല്ല. വെറും വോയിസ് കോളുകൾ മാത്രം. അതും ഒരു ആഡംബരമായിരുന്നു. ബാറ്ററി ലൈഫോ ഒരു നീണ്ട സംഭാഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഈ ഫോണുകൾ ദിവസവും ചാർജ് ചെയ്യേണ്ടി വരുമായിരുന്നു. ബാറ്ററിക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. ടെക്സ്റ്റ് ചെയ്യാനോ വെബ് ബ്രൗസ് ചെയ്യാനോ കഴിയുമായിരുന്നില്ല. അതൊക്കെ സയൻസ് ഫിക്ഷൻ സ്വപ്നങ്ങളായിരുന്നു. ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുന്നതിനെക്കുറിച്ചോ ഓൺലൈനിൽ ബ്രൗസ് ചെയ്യുന്നതിനെക്കുറിച്ചോ ഉള്ള ആശയം ഒരു സങ്കല്പം മാത്രമായിരുന്നു. 90-കളിലും 2000-കളുടെ തുടക്കത്തിലും ഫോണുകൾ ചെറുതാകാനും കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളിക്കാനും തുടങ്ങി. നോക്കിയ 3310 ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് മൊബൈൽ ഫോണുകൾ എല്ലായിടത്തും എത്തി. സാധാരണക്കാർക്കും അവ താങ്ങാവുന്ന വിലയിലായി. ഇവ യഥാർത്ഥത്തിൽ ഇതിഹാസങ്ങളായിരുന്നു. ശക്തവും ഒതുക്കമുള്ളതും താങ്ങാവുന്ന വിലയിലുള്ളതും. നിങ്ങൾക്ക് അവ നിലത്തിട്ടാലും അതിജീവിക്കുമായിരുന്നു. അവയെ നശിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. സ്ക്രീനുകൾ കറുപ്പും വെളുപ്പിൽ നിന്ന് നിറങ്ങളിലേക്ക് മാറി. പെട്ടെന്ന് മൊബൈൽ ഗെയിമിന് തുടക്കമായി. സ്നേക്ക് ഓർക്കുന്നുണ്ടോ? ആ ലളിതമായ ഗെയിം ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. SMS മെസ്സേജിംഗ് വിപ്ലവം സൃഷ്ടിച്ചു. അധികം വൈകാതെ എല്ലാവരും ക്ലാസ് മുറികളിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ടെക്സ്റ്റിംഗ് ആശയവിനിമയം നടത്താനുള്ള പുതിയ മാർഗമായി മാറി. അത് എന്നേക്കുമായി ആശയവിനിമയം മാറ്റിയെടുത്തു. പോളിഫോണിക് റിംഗ് ടോണുകളും ആദ്യകാല ഫോൺ ക്യാമറകളും വന്നു. അവയുപയോഗിച്ച് നിങ്ങൾക്ക് മങ്ങിയ ചിത്രങ്ങൾ എടുക്കാനും നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഫോൺ മാറ്റാനും സാധിച്ചു. പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ ഒരു ഉപകരണം മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ മന്ദഗതിയിലുള്ളതും വിലയേറിയതുമായിരുന്നു. ഒരു പേജ് ലോഡ് ചെയ്യാൻ മിനിറ്റുകൾ എടുക്കുമായിരുന്നു. വലിയ ബിൽ വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പിന്നീട് 2007-ൽ ഗെയിം ചേഞ്ചർ എത്തി. മൊബൈൽ ലോകം തലകീഴായി മറിയാൻ പോവുകയായിരുന്നു. ഐഫോൺ വന്നു. അതോടൊപ്പം സ്മാർട്ട് ഫോണുകളുടെ ലോകവും. പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ ഒരു ക്യാമറ, ഒരു മ്യൂസിക് പ്ലെയർ, ഒരു വെബ് ബ്രൗസർ, കൂടാതെ അതിലുമധികം കാര്യങ്ങൾ ഒരു ആകർഷകമായ ഉപകരണത്തിൽ ലഭ്യമാക്കി. ടച്ച് സ്ക്രീനുകൾ ബട്ടണുകൾക്ക് പകരമായി വന്നു. നിങ്ങളുടെ ഫോൺ ഒരു ആപ്പ് മെഷീനായി മാറി. സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യുന്നതും ടാപ്പ് ചെയ്യുന്നതും വളരെ സ്വാഭാവികമായി മാറി. ആപ്പ് സ്റ്റോർ സാധ്യതകളുടെ ഒരു പുതിയ ലോകം തുറന്നു. ആൻഡ്രോയിഡ് ഈ ലോകത്തേക്ക് കടന്നു വന്ന് സ്മാർട്ട് ഫോണുകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ആർക്കും അവരുടെ ബഡ്ജറ്റോ ശൈലിയോ പരിഗണിക്കാതെ ഒരു സ്മാർട്ട് ഉപകരണം ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. സോഷ്യൽ മീഡിയ, ബാങ്കിങ്, ഗെയിമിംഗ്, സ്ട്രീമിംഗ്, അത് നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ വാലറ്റ്, നിങ്ങളുടെ വിനോദ കേന്ദ്രം, ലോകവുമായുള്ള നിങ്ങളുടെ ബന്ധം എന്നിവയായി മാറി. ക്യാമറകൾ മെച്ചപ്പെട്ടു. ഡ്യുവൽ, ട്രിപ്പിൾ, സ്ക്വാഡ് സെറ്റപ്പുകൾ, അതിശയിപ്പിക്കുന്ന നെറ്റ് മോഡുകൾ എന്നിവ വന്നു. പെട്ടെന്ന് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി. അതിശയകരമായ വിശദാംശങ്ങളിൽ ഓർമ്മകൾ പകർത്താൻ തുടങ്ങി. ഫോണുകൾ കൂടുതൽ സ്മാർട്ടും വേഗതയേറിയതും ആകർഷകമായ OLED ഡിസ്പ്ലേകളും ഉള്ളതായി മാറി. നിങ്ങളുടെ ഫോണിൽ വീഡിയോകളും ഗെയിമുകളും കാണുന്നത് ഒരു ദൃശ്യവിരുന്നായി മാറി. ഫിംഗർ പ്രിന്റ് സെൻസറുകളും ഫേസ് അൺലോക്കും ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്നത് വളരെ മികച്ചതായി. സുരക്ഷ ഇനി വെറും ഒരു പിൻ നമ്പർ ആയിരുന്നില്ല. അത് നിങ്ങളുടെ വിരലടയാളം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം പോലുമായിരുന്നു. ഇന്ന് നമ്മൾ ഫോൾഡബിൾ ഫോണുകൾ, AI പവേർഡ് ഫീച്ചറുകൾ, നിങ്ങളുടെ മുഖം കണ്ണാടിയേക്കാൾ നന്നായി അറിയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ കാലഘട്ടത്തിലാണ്. ഫോണുകൾക്ക് ഭാഷകൾ വിവർത്തനം ചെയ്യാനും വസ്തുക്കളെ തിരിച്ചറിയാനും നിങ്ങളുടെ ആരോഗ്യം നിയന്ത്രിക്കാനും സഹായിക്കാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും ജോലി ചെയ്യാനും പഠിക്കാനും കാര്യങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ മൊബൈലിൽ സാധിക്കും. പലർക്കും ഇത് ഉൽപാദനക്ഷമതയ്ക്കും സർഗാത്മകതയ്ക്കും വേണ്ടിയുള്ള പ്രധാന ഉപകരണമായി മാറിയിരിക്കുന്നു. സയൻസ് ഫിക്ഷൻ സിനിമകളിലെ ഹോളോഗ്രാം കോളുകൾ അടുത്തതായി വരുമോ എന്ന് ആർക്കറിയാം. മൊബൈൽ ഫോണുകളുടെ ഭാവി നമ്മുടെ ഭാവനയെ ആശ്രയിച്ചിരിക്കുന്നു. മൊബൈൽ ഫോണുകളുടെ ഈ യാത്ര അതിശയകരമാണ്. ഒരു ആഡംബര വസ്തുവിൽ നിന്ന് ഒരു ദൈനംദിന അവശ്യ വസ്തുവായി അവ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഇഷ്ടിക ഫോണുകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകളിലേക്ക് അവ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി എഴുതി. ഇപ്പോൾ അവയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്. ഈ ഓർമ്മകളിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മൊബൈൽ ഓർമ്മകൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ടോൺ ഉണ്ടായിരുന്നിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ ഫോൺ നിങ്ങളുടെ സഹോദരൻ്റേതായിരിക്കും. നിങ്ങളുടെ കഥകൾ കേൾക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.